അപ്പോൾ ഞാൻ പറഞ്ഞു സാറത് എല്ലാവരുടെ വീട്ടിലും മാസികയും പത്രമൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഇതെൻ്റെ ലോകമാണ്. എല്ലാ ആൾക്കാരെ നമുക്ക് പൈസ പോലും മേടിക്കാൻ തോന്നത്തില്ല, അത്രയും മാത്രം ഒരുപാട് അവരുടെ വിഷമങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാരെ നമ്മൾ അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കരഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു എന്താ കാര്യം. അപ്പോൾ ബാലേട്ടൻ ഫിലിമിലെ പാട്ട് കേട്ടിട്ട് അച്ഛൻ മരിച്ചത് ഓർമ്മ വന്നിട്ടാണ്. ഇത് കണ്ടിട്ട് അത് അവിടെ എത്തുന്നത് വരെ വായിക്കുന്ന ആൾക്കാരും ഒത്തിരിയാണ്. ഭക്തിയാണ്. ആറ്റുകാലമ്മ മാത്രമല്ല, എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ചയും അവസാനത്തെ വെള്ളിയാഴ്ചയും വെട്ടുകാട് പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയാണ് എൻ്റെ ലോകം. എവിടെയാ ചേട്ടാ? ഒന്ന് സിറ്റി വരെ പോകണം. ചേച്ചി മൊബൈൽ നോക്കി സമയം കളയണ്ട, പുറകിൽ ഒത്തിരി ബുക്സും ന്യൂസ് പേപ്പറൊക്കെ ഉണ്ട്. ഇത് ഫുള്ളുണ്ടല്ലോ. അതെ, പത്രമുണ്ട്, മാസികളുണ്ട്, എല്ലാം ഉണ്ടല്ലോ, ഫുൾ സ്റ്റോക്ക് ആണല്ലോ. അപ്പം ഈ വണ്ടിയിൽ കയറുന്നവരെ എല്ലാം വായനാശീലം വളർത്തുക എന്നതാണോ ലക്ഷ്യം? തീർച്ചയായിട്ടും. നമ്മളിപ്പോ എല്ലാവരും രാവിലെ ഇറങ്ങുമ്പോൾ ആ തിരക്കിനിടയിൽ ന്യൂസ് പേപ്പർ ഇപ്പോൾ ആരും വായിക്കാറില്ല. അതെ അതെ അതെ, കേരള കൗമുദി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് പത്രം വായിച്ചില്ലായിരുന്നു. രാവിലെ മുതൽ ഇറങ്ങുന്ന ഒത്തിരി ആൾക്കാർ വണ്ടിയിലിരുന്ന് ഒത്തിരി പേര് വായിക്കാറുണ്ട്. അപ്പൊ എല്ലാം ഈ മൊബൈൽ ഫോൺ നോക്കുന്ന എല്ലാവരോടും പറയോ താങ്കൾ? തീർച്ചയായിട്ടും. എന്തായാലും ഒന്ന് പരിചയപ്പെടാം. എന്താ പേരെന്താ? എന്റെ പേര് വിമലാണ്. വിമൽ. അപ്പൊ വിമൽ എവിടെയാ? സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം കാരക്കാമണ്ഡപമാണ്, പാപ്പനംകോട് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്റെ വണ്ടിയാണ് എന്റെ ലോകം. സത്യം പറഞ്ഞ വണ്ടി കയറിയപ്പോ ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ വണ്ടി ഫുള്ള് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. ഫാന്, റേഡിയോ, ടേപ്പ് റെക്കോർഡ്, വായിക്കേണ്ടുന്നവർക്ക് പുസ്തകങ്ങള്, പിന്നെ എല്ലാ ദൈവങ്ങളും. ഈ വണ്ടിയിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ചുരുക്കമാണ്. എന്താണ് ഇങ്ങനെ ഇതിലോട്ടൊന്ന് വരാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാരണം വായനാശീലം വിമൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഉള്ള ഒരു ഡ്രോബാക്സ് തന്നെയാണ്. വായിക്കുക എന്നുള്ളത് കുറവാണ്, ചുരുക്കമാണ്. എന്റെ വണ്ടിയിൽ കയറുന്ന ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് രാവിലെ ന്യൂസ് പേപ്പർ വരുത്തുന്നുണ്ട്, പക്ഷെ നോക്കാനുള്ള ടൈം പോലും കിട്ടാറില്ല. അപ്പൊ വിമൽ നമുക്ക് എവിടെങ്കിലും ഒന്ന് നിർത്തിയിട്ടൊന്ന് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും. അതെ, ഇപ്പൊ ഓട്ടോയാണ് വിമലിന്റെ ഒരു ലോകം. സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ചെറിയ ഓഫീസ് അല്ലേ? അതെ, വേറെ ഒന്നുമല്ല. നമ്മൾ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് രാത്രി 8 മണിക്ക് വീട്ടിൽ കയറുന്നത് വരെയും നമ്മൾ ഫുൾ ടൈം ഇതിനുള്ളിലാണ്. അപ്പോൾ ഞാൻ ഈ ഓട്ടോ കൊണ്ടാണ് എൻ്റെ ജീവിതമാർഗം മുഴുവനും കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് ഈ ഓട്ടോ ഒരു ദൈവം പോലെയാണ്, അമ്പലം പോലെയാണ്. ഞാൻ എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ജാതിയോടോ ഒരു മതത്തിനോടോ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ഓട്ടോയിൽ കയറുമ്പോൾ അധികം പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല, പക്ഷേ ഓരോ വ്യക്തികളോടും കയറുന്ന വ്യക്തികളോട് പറയും ഈ മൊബൈൽ ഫോൺ നോക്കണ്ട, എന്നോട് പറഞ്ഞതുപോലെ വായിക്കുക എന്നുള്ളത്. അതെന്താണ് അങ്ങനെ? അത് എവിടെ നിന്ന് കിട്ടിയതോ? അത് വേറെ ഒന്നുമല്ല. ഒത്തിരി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂബർ, ഓല, റാപ്പിഡോ അങ്ങനെ ഓൺലൈൻ ട്രിപ്പ് ഒത്തിരി ഓടുന്നുണ്ട്. അപ്പോൾ അവർ ഡെസിഗ്നേഷൻ ഇട്ടിരിക്കുന്നത് കൊണ്ട് അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ റോഡിലോട്ട് ഒന്നും നോക്കത്തില്ല. അവർ മൊബൈലിൽ സംസാരിക്കും, മൊബൈലിലായിരിക്കും അവരുടെ ഫുൾ ടൈം. നമ്മൾ ചിലപ്പോൾ വണ്ടിയിൽ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കുറുകെ ചാടിയാൽ പോലും അവരൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നമ്മളുടെ കണ്ണ് അകത്തിരിക്കുന്നവരുടെയും സേഫ്റ്റിയാണ്, പുറത്ത് പോകുന്നവരുടെയും സേഫ്റ്റിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോകുമ്പോൾ അപ്പോൾ അവരെല്ലാം മൊബൈലിൽ ഇരിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മൾ ബുക്കും ന്യൂസ് പേപ്പറൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ട്രാവലിംഗ് ടൈമിലാകുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് മറിച്ച് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. മൊബൈലാകുമ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നാൽ യൂസ് ചെയ്യാമല്ലോ. എന്നു മുതലാണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നത്? ഞാനൊരു 3 വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിനൊരിതാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മളിതിൽ FM റേഡിയോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ യാത്ര തിരിച്ച് വീട്ടിൽ കയറുന്നവർ ഈ റേഡിയോ ഓണാണ്. അപ്പോൾ അവർ പറയും ചിലപ്പോൾ നമ്മൾ വിഷമങ്ങളിലായിരിക്കും വരുന്നത്, ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും ഈ വണ്ടിയിൽ കയറുന്നത്. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് അതുമായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഒരു ചേച്ചി വണ്ടിയിൽ കയറിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കരഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു എന്താ കാര്യം. അപ്പോൾ ബാലേട്ടൻ ഫിലിമിലെ പാട്ട് കേട്ടിട്ട് അച്ഛൻ മരിച്ചത് ഓർമ്മ വന്നിട്ടാണ്, പെട്ടെന്ന് ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ കാര്യം ഓർത്തിട്ടാണ്
ആറ്റുകാലമ്മ എന്നാണ് ഓട്ടോയുടെ പേര്. അതെ ആറ്റുകാലമ്മയോട് ഭയങ്കര ഇഷ്ടമാണ്. അതെ തീർച്ചയായും ഭക്തിയാണ്. ഭക്തിയാണ്. ആറ്റുകാലമ്മ മാത്രമല്ല, എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ചയും അവസാനത്തെ വെള്ളിയാഴ്ചയും വെട്ടുകാട് പള്ളിയിൽ പോകാറുണ്ട്, ഭീമാപ്പള്ളിയിൽ പോകാറുണ്ട്. അങ്ങനെ എല്ലാ മതത്തിനോടും വിശ്വാസമാണ്. പിന്നെ ആറ്റുകാലമ്മയാണ് എൻ്റെ ഇഷ്ട ദൈവം. നെഗറ്റീവായിട്ട് അങ്ങനെ എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നെഗറ്റീവായിട്ടും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ്? നെഗറ്റീവായിട്ട് ഞാൻ ഇങ്ങനെ വണ്ടിയിൽ ഇതൊക്കെ വച്ചിട്ട് ഒരു യാത്രക്കാരനോട് വണ്ടിയിൽ കയറിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇതൊക്കെ വയ്ക്കുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, എല്ലാവരുടെ വീട്ടിലും പത്രം ഉണ്ടല്ലോ, മാസിക ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും, സാറത് എല്ലാവരുടെ വീട്ടിലും മാസികയും പത്രമൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഇതെൻ്റെ ലോകമാണ്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വണ്ടിയിൽ എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കും ഒരു തടസ്സമില്ല, അതുകൊണ്ട് ഞാനിത് വയ്ക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. അതല്ല, ഈ നാട്ടിലിപ്പോൾ എല്ലാവരും പത്രം വായിക്കുന്നത്, ഈ നമ്മൾ ചിലപ്പോൾ ഒരു 50 രൂപ കൊടുത്ത് ഇറങ്ങുന്നതായിരിക്കും, അതിനിടയിൽ ഇതൊക്കെ വായിക്കാൻ സമയം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇത് കണ്ടിട്ട് അത് അവിടെ എത്തുന്നത് വരെ വായിക്കുന്ന ആൾക്കാരും ഒത്തിരിയാണ്. ഏറ്റവും കൂടുതൽ ഓടുന്നത് എവിടെയാണ്? കൂടുതലും മെഡിക്കൽ കോളേജ്, RCC, അങ്ങനെയൊക്കെ ഒത്തിരി ഓട്ടങ്ങളൊക്കെ. ഒരുപാട് പേര് RCC-ലൊക്കെ ആകുമ്പോൾ ഒരുപാട് രോഗികളും കാരണം വളരെ വിഷമത്തോടായിരിക്കും വരുന്നത്. വളരെ വിഷമത്തോടെയാണ് വരുന്നത്. അപ്പോൾ അവർ നമ്മളെടുത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സ്ഥിരം ചില ആൾക്കാരെ നമുക്ക് പൈസ പോലും മേടിക്കാൻ തോന്നത്തില്ല, അത്രയും മാത്രം ഒരുപാട് അവരുടെ വിഷമങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാരെ നമ്മൾ അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്. വിമൽ എത്രയായി? 50 ചേച്ചി. ഗൂഗിൾ പേ ഉണ്ട്, സ്കാൻ ചെയ്താൽ മതി. താങ്ക് യു ബ്രോ. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് തന്നെ പോകട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരി. വിമലിന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ചെറിയ ലോകത്തിലെ വായനയുടെ വലിയ ലോകം മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ വിമൽ യാത്ര തുടരുന്നു.